അന്താരാഷ്ട്ര പുരുഷ ദിനം, പലപ്പോഴും അന്താരാഷ്ട്ര വനിതാ ദിനമൊക്കെ നമ്മൾ കാര്യമായി ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ അന്താരാഷ്ട്ര പുരുഷ ദിനം നാളെയാണ്, നവംബർ 19. ആ നവംബർ 19 മെൻസ് കമ്മീഷനു വേണ്ടിയുള്ള പുഷ് അഥവാ ഫെബ്രുവരിയിൽ കേരള നിയമസഭ പ്രിൻ്റ് ചെയ്ത പുരുഷ കമ്മീഷൻ ബില്ലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത്. 6 മാസത്തോളമായി നിയമസഭ പ്രിൻ്റ് ചെയ്ത് MLA-മാർക്ക് കൊടുത്തിരിക്കുന്ന കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ 2025 കോപ്പിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ളത്. അത് ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട്, ഞങ്ങൾ പ്രിൻ്റ് ചെയ്തതല്ല, നിയമസഭ പ്രിൻ്റ് ചെയ്ത കാര്യമാണ്. പക്ഷേ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ, ബഹുമാനപ്പെട്ട MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അവതരിപ്പിക്കാൻ സമയം കൊടുത്തിട്ട് പോലും ചില മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങൾ തങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് വിളിക്കുമോ എന്ന് പേടിച്ചാണ് യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിക്കാത്തത്. അപ്പോൾ നിങ്ങൾ മീഡിയയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ആലങ്കാരികമായി പറയുന്നതാണ്. അതായത് മാധ്യമങ്ങൾ ഞങ്ങളെ സ്ത്രീ വിരുദ്ധരെന്ന് ചിത്രീകരിക്കുമെന്ന് പേടിച്ചു മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു സ്വകാര്യ ബില്ലായിട്ട് വരുന്ന ഒരു കാര്യം എതിർക്കേണ്ട കാര്യമേ ഇല്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ വർഷം 2024 വീണ്ടും ആത്മഹത്യകൾ കുത്തനെ വർദ്ധിക്കുകയാണ്. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം 8865 പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത്. 1999 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഓരോ 52 മിനിറ്റിലും ഒരു മലയാളി പുരുഷൻ ആത്മഹത്യ ചെയ്തു. ഓരോ 4 മണിക്കൂറിലും ഒരു സ്ത്രീ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. സ്ത്രീകളുടെ 4 ഇരട്ടി പുരുഷന്മാർ കുടുംബ പ്രശ്നങ്ങൾ, പരാതിയുടെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു. ഇന്ത്യയിലെ കണക്ക് ഓരോ 4 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം തുടങ്ങിയിട്ട് 4 മിനിറ്റായി ഇന്ത്യയിൽ ഏതോ ഒരു ഭാഗത്ത് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. 11 മിനിറ്റിലാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ സീരിയസ് ആയ വിഷയമാണ്. പക്ഷേ പുരുഷന്മാർ സ്ത്രീകളുടെ 2.5 ഇരട്ടി ഇന്ത്യയുടെ അനുപാതത്തിലും ഏകദേശം 4 ഇരട്ടി കേരളത്തിലും ചെയ്യുന്നു എന്നുള്ളത് ഡോക്യുമെന്റഡ് ആയ ഒരു റിയാലിറ്റിയാണ്.